ഹായ് എവരിവൺ. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റിസർച്ച് ഇൻ എഡ്യൂക്കേഷൻ എന്ന 6ാമത്തെ മൊഡ്യൂളിൽ വരുന്ന ടൈപ്സ് ഓഫ് മെഷർമെന്റ് സ്കെയിൽ എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ടും എന്താണ് മെഷർമെന്റ് സ്കെയിൽ എന്നുള്ളത് പറയുന്നുണ്ട്, അതിന്റെ വേരിയസ് ടൈപ്സ് പറയുന്നുണ്ട്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ് ഇയർ നമ്മുടെ എഡ്യൂക്കേഷൻ നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്നും അതുപോലെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ആൻസർ നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. എങ്ങനെയുള്ള ആൻസേഴ്സ് ആയിരിക്കും വരുന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ട് നോക്കാം. അതിനുശേഷം അതിൻ്റെ പ്രോപ്പർ എക്സ്പ്ലനേഷന് ശേഷം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിസംബർ 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is the correct order of measurement scales in increasing order of accuracy, precision and number of operations used? Okay, നമുക്ക് വേരിയസ് ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ഇവിടെ ചോദിച്ചത് എന്താ, ഇവിടെ 4 മെഷർമെന്റ് സ്കെയിൽസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അക്യുറസിക്ക് അനുസരിച്ച്, അതായത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് അക്യുറസി എന്ന് പറയുമ്പോൾ അക്യുറസി അല്ലെങ്കിൽ പ്രിസിഷൻ കൂടുന്നതിനനുസരിച്ച് അതിനെ അറേഞ്ച് ചെയ്യാനാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഓപ്ഷൻ എ ആയിട്ട് റേഷ്യോ, ഇന്റർവൽ, നോമിനൽ, ഓർഡിനൽ. Option B, ordinal scale, ratio scale, interval scale, nominal scale. And option C, interval scale, ordinal scale, ratio and nominal scale. And option D, nominal, ordinal, interval, ratio. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ലാസ്റ്റ് നമുക്കതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഓക്കെ, ഈ ഡിസംബർ 2020 ജൂൺ 2021 മേജർ സൈക്കിളിൽ ഷിഫ്റ്റ് 2 ചോദിച്ചൊരു ക്വസ്റ്റൻ ആയിരുന്നു. എ ടീച്ചർ ഗേവ് എ ടെസ്റ്റ് ടു 50 സ്റ്റുഡൻസ് ഓഫ് ഹിസ് ക്ലാസ് ആൻഡ് അവാർഡ് ലെറ്റർ ഗ്രേഡ്സ് A, B, C, D and E to indicate their level of performance in hierarchical order from best to the poorest. Which of the following combinations of scales of measurement has been used? അതായത് ഒരു ക്ലാസ്സിൽ ക്ലാസ് ടെസ്റ്റ് നടത്തിയതാണ് ടീച്ചർ. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു, ഒരു 50 സ്റ്റുഡൻസിനാണ് ക്ലാസ് ടെസ്റ്റ് നടത്തിയത്. അപ്പോൾ അവർക്ക് അവരുടെ മാർക്കിനനുസരിച്ച് അവരെ ബെസ്റ്റ് നിന്ന് പുവറസ്റ്റിലോട്ട് അറേഞ്ച് ചെയ്യുകയാണ്. അവരുടെ ഒരു ഹൈറാർക്കിയൽ ഓർഡറിൽ അവിടെ ലെറ്റർ ഗ്രേഡ്സ് കൊടുക്കുകയാണ്. അപ്പോൾ ലെറ്റർ ഗ്രേഡ്സ് എങ്ങനെയാണ് കൊടുത്തത്? A, B, C, D ആൻഡ് E. നമ്മുടെ സാധാരണ നമുക്ക് കിട്ടുന്ന ലെറ്റർ ഗ്രേഡ്സ് പോലെ തന്നെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും അല്ലെങ്കിൽ ഇവിടെ ഏതൊക്കെ സ്കെയിൽസ് ആണ് യൂസ് ചെയ്തത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഓപ്ഷൻസിൽ കണ്ടു, 4 സ്കെയിൽസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 4 സ്കെയിലിൽ ഏതൊക്കെ സ്കെയിൽസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ഏതൊക്കെ സ്കെയിൽസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ഓർഡിനൽ ആൻഡ് റേഷ്യോ സ്കെയിൽസ്, ഓപ്ഷൻ ബി നോമിനൽ ആൻഡ് ഇന്റർവൽ സ്കെയിൽസ്, ഓപ്ഷൻ സി നോമിനൽ ആൻഡ് ഓർഡിനൽ സ്കെയിൽസ് ആൻഡ് ഓപ്ഷൻ ഡി ഇന്റർവൽ ആൻഡ് റേഷ്യോ സ്കെയിൽസ്. അപ്പോൾ ഇതിന്റെ ആൻസറും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത് ഡിസംബർ 2023 ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ഇൻ റിലേഷൻ ടു സ്കെയിൽസ് ഓഫ് മെഷർമെന്റ്? നമുക്ക് താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റൻ. എ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എന്താ? റേഷ്യോ സ്കെയിൽ ഈസ് ഹാവിങ് ആൻ അബ്സല്യൂട്ട് 0 പോയിന്റ്. ഓക്കെ, റേഷ്യോ സ്കെയിലിൽ അബ്സല്യൂട്ട് 0 പോയിന്റ് ഉണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ആൻഡ് ബി ഇന്റർവൽ സ്കെയിൽ ഈസ് ഹാവിങ് ആൻ അബ്സല്യൂട്ട് 0 പോയിന്റ്. ഇന്റർവൽ സ്കെയിലിനാണ് 0 പോയിന്റ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് സി റേഷ്യോ സ്കെയിൽ ഈസ് യൂസ്ഡ് ഇൻ മെന്റൽ മെഷർമെന്റ്. ഓക്കെ, മെന്റൽ മെഷർമെന്റ് സ്കെയിലായിട്ട് യൂസ് ചെയ്യുന്നത് റേഷ്യോ സ്കെയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഡി ഇന്റർവൽ സ്കെയിൽ ഈസ് യൂസ്ഡ് ഇൻ മെന്റൽ മെഷർമെന്റ്. മെന്റൽ മെഷർമെന്റിന് ഇന്റർവൽ സ്കെയിലാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇ ഓൾ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റേഷ്യോ സ്കെയിൽ ആർ ഇൻക്ലൂഡഡ് ഇൻ ദി ഇന്റർവൽ സ്കെയിൽ. അതായത് റേഷ്യോ സ്കെയിലിന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും അതിന്റെ ഫീച്ചേഴ്സും ഇന്റർവൽ സ്കെയിലിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ 1 A and C only, ഓപ്ഷൻ 2 B and D only, ഓപ്ഷൻ 3 A and D only ആൻഡ് ഓപ്ഷൻ 4 D and E only. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആൻസർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത് ഡിസംബർ 2022 ഷിഫ്റ്റ് 1 ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് ഹാസ് ട്രൂ 0 പോയിന്റ്? ഓക്കെ, ട്രൂ 0 പോയിന്റ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് 0 പോയിന്റ് ഉള്ള സ്കെയിൽ ഏതാന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യന് ഏകദേശം സിമിലർ ആയിരുന്നു. മീൻസ് നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് റേഷ്യോ സ്കെയിലിലും അബ്സല്യൂട്ട് 0 പോയിന്റ് ഉണ്ട് എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെന്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്റർവൽ സ്കെയിലിലും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെയും ഓപ്ഷൻസ് ഉണ്ട്. നോമിനൽ സ്കെയിലിനാണോ അബ്സല്യൂട്ട് 0 പോയിന്റ് ഉള്ളത്, അല്ലെങ്കിൽ ഓർഡിനൽ സ്കെയിലിനാണോ, ഇന്റർവൽ സ്കെയിലിനാണോ, അല്ലെങ്കിൽ റേഷ്യോ സ്കെയിലിനാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ.
അടുത്തത് ഡിസംബർ 2022 ഷിഫ്റ്റ് 1 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് രണ്ട് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. ലിസ്റ്റ് 1 തന്നിട്ടുണ്ട്, അതുപോലെ ലിസ്റ്റ് 2 തന്നിട്ടുണ്ട്. ലിസ്റ്റ് 1 ആട്രിബ്യൂട്ട്സ് ആണ് തന്നിട്ടുള്ളത്. ലിസ്റ്റ് 2 ലെവൽ ഓഫ് മെഷർമെന്റ്, അതായത് നമ്മുടെ മെഷർമെന്റ് സ്കെയിൽ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ലിസ്റ്റ് 1 എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. എ ആയിട്ട് തന്നിട്ടുള്ളത് ക്ലാസ് റോൾ നമ്പർ ആണ്, ബി ഹൈറ്റ് ഓഫ് സ്റ്റുഡൻസ്, സി റിലേറ്റീവ് പൊസിഷൻ ഇൻ ഗ്രൂപ്പ് ആൻഡ് ഡി IQ സ്കോർസ് ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ അത് തന്നിട്ടുണ്ട്. അതുപോലെ ലിസ്റ്റ് 2 നമ്മുടെ സ്കെയിൽസ് തന്നെയാണ്, ഇന്റർവൽ സ്കെയിൽ, നോമിനൽ സ്കെയിൽ, റേഷ്യോ സ്കെയിൽ ആൻഡ് ഓർഡിനൽ സ്കെയിൽ. അപ്പോൾ ഇത് മാച്ച് ചെയ്യാനാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് നിങ്ങൾ മാച്ച് ചെയ്യുക. വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് മാച്ച് ചെയ്തതിന് ശേഷം അടുത്ത ക്വസ്റ്റ്യൻ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, വേരിയസ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അടുത്തത് ജൂൺ 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അറേഞ്ച് ദ ഫോളോയിങ് സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് ഇൻ എ ഡിസെൻഡിങ് ഓർഡർ ഫ്രം ഹയസ്റ്റ് സ്കെയിൽ ടു ലോവർ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് മാറിപ്പോവാറുണ്ട് അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും. ആ ഒരു നമുക്ക് ഓപ്ഷൻസ് തരുന്ന സമയത്ത് അവർ രണ്ട് രീതിയിൽ നമ്മളെ കുഴപ്പിക്കാനായിട്ട് ചെറുതെന്ന് വലുതിക്കും അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടാവും, അതുപോലെ വലുതെന്ന് ചെറുതിക്കും തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കുക. അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ എപ്പോഴും ചെറുതിൽ നിന്നും വലുതിലോട്ടാണ്. അതുപോലെ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ഏറ്റവും ഹയസ്റ്റിൽ നിന്നും ലോവസ്റ്റിലോട്ടാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ? ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ ഫോളോയിങ് സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് ഇൻ എ ഡിസെൻഡിങ് ഓർഡർ ഫ്രം ഹയർ സ്കെയിൽ ടു ലോവർ. ഓക്കെ, നമുക്ക് ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: ഓർഡിനൽ, റേഷ്യോ, നോമിനൽ ആൻഡ് ഇന്റർവൽ. അപ്പോൾ ഇതിന് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്നും ടൈപ്സ് ഓഫ് മെഷർമെന്റ് എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൽ നിന്നും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എക്സ്പ്ലനേഷന് ശേഷം അടുത്തതായിട്ട് നമ്മുടെ ഇതിൻ്റെ വേരിയസ് ടൈപ്സും ആ ടൈപ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഏത് രീതിയിൽ ആൻസർ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്ത ആൻസർ ശരിയാണോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്താണ് സ്കെയിൽ ഓഫ് മെഷർമെന്റ്? സ്കെയിൽ ഓഫ് മെഷർമെന്റ് എന്ന് പറയുമ്പോൾ സ്കെയിലിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം, ചെറിയ ക്ലാസ് തൊട്ട് തന്നെ കേട്ട് വരുന്ന കാര്യമാണ് സ്കെയിൽ എന്ന് പറയുമ്പോൾ. അതായത് സ്കെയിൽ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യാം? വേരിയസ് മെഷർമെന്റ്സ് കണ്ടെത്താനായിട്ട്, അതിനായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ റിസർച്ചിൽ എന്താണ് സ്കെയിൽ അല്ലെങ്കിൽ സ്കെയിൽ ഓഫ് മെഷർമെന്റ് എന്താണെന്നുള്ളത് നോക്കാം. എ സ്കെയിൽ ഈസ് എ ഡിവൈസ് ഓർ ആൻ ഒബ്ജെക്ട് യൂസ്ഡ് ടു മെഷർ ഓർ ക്വാണ്ടിഫൈ എനി ഇവന്റ് ഓർ അനദർ ഒബ്ജെക്ട്. ഓക്കെ, സ്കെയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ സ്കെയിലിലെ അതേ ഡെഫിനിഷൻ തന്നെയാണ് ഇവിടെ വരുന്നത്. ഡെവലപ്ഡ് ബൈ സ്റ്റാൻലി സ്മിത്ത് സ്റ്റീവൻസ്. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ മെഷർമെന്റ് സ്കെയിൽ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തത് സ്റ്റാൻലി സ്മിത്ത് സ്റ്റീവൻ ആണ്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ദ വേരിയബിൾസ് ഓർ നമ്പേഴ്സ് ആർ ഡിഫൈൻഡ് ആൻഡ് കാറ്റഗറൈസ്ഡ് യൂസിങ് ഡിഫറെന്റ് സ്കെയിൽസ് ഓഫ് മെഷർമെന്റ്. അപ്പോൾ നമുക്കറിയാം റിസർച്ചിൽ വേരിയസ് വേരിയബിൾസ് ഉണ്ട് അല്ലേ? ഇപ്പോൾ വേരിയബിൾസ് എന്ന് പറയുമ്പോൾ എന്താ? അതൊരു ആട്രിബ്യൂട്ട്സ് ആണ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസിനെ കുറിച്ച് നമുക്കറിയാം. ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്, അതുപോലെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്, കാറ്റഗറൈസിങ് വേരിയബിൾ ഉണ്ട്, കണ്ടിന്യൂസ് വേരിയബിൾ ഉണ്ട്, മോഡറേറ്റിംഗ് വേരിയബിൾ ഉണ്ട്. അങ്ങനെ പല ടൈപ്സ് ഓഫ് വേരിയബിൾസ് നമ്മുടെ ഒരു ചാപ്റ്റർ തന്നെ, റിസർച്ചിൽ വരുന്ന അടുത്തൊരു ചാപ്റ്റർ തന്നെ വേരിയബിൾസ് എന്നുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. പക്ഷേ നമ്മുടെ വേരിയബിളിനെ കുറിച്ച് ചെറുതായിട്ടൊരു അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതൊരു ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹൈറ്റ് ആവാം, വെയിറ്റ് ആവാം, അല്ലെങ്കിൽ എന്താ പല കാര്യങ്ങളും ആവാം. അപ്പോൾ ആ ഒരു ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഹൈറ്റ് അവിടെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാളുടെ ഹൈറ്റ് ആയിരിക്കില്ല അടുത്തൊരാളുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാത്തമാറ്റിക്സിലും വേരിയബിൾസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഹൈറ്റ് ആവാം, വെയിറ്റ് ആവാം, അതൊക്കെ എന്താ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു കാര്യത്തെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ദ വേരിയബിൾസ് ഓർ നമ്പേഴ്സ് ആർ ഡിഫൈൻഡ് ആൻഡ് കാറ്റഗറൈസ്ഡ് യൂസിങ് ഡിഫറെൻറ്റ് സ്കെയിൽസ് ഓഫ് മെഷർമെന്റ്. അപ്പോൾ റിസർച്ചിൻ്റെ കാര്യത്തിൽ എടുക്കുന്ന സമയത്ത് ഈ ഒരു വേരിയബിൾസിനെ മെഷർ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സ്കെയിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ സ്കെയിൽ ഓഫ് മെഷർമെന്റ് ആണ് ആ ഒരു വേരിയബിൾസിനെ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. And each level of measurement scale has specific properties that determine the various use of statistical analysis. അപ്പോൾ ആ ഒരു ഓരോ സ്കെയിൽസിനും അല്ലെങ്കിൽ ആ ഒരു ഓരോ സ്കെയിൽ ഓഫ് മെഷർമെന്റിനും ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിനൊരു യൂണിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു ഓരോ സ്കെയിൽസിനെ പറ്റിയിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ആ സ്കെയിൽ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും, ഏതാ, പക്ഷെ അതിൻ്റെ കറക്റ്റ് ഓർഡർ ഒന്ന് മനസ്സിലാക്കി വെക്കുക. There are 4 scales of measurement. ഇവിടെ ഓർഡറിലാണ് നമ്മൾ തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ നോമിനൽ സ്കെയിൽ, സെക്കൻഡ് വൺ ഓർഡിനൽ സ്കെയിൽ, ആൻഡ് തേർഡ് വൺ ഇന്റർവൽ സ്കെയിൽ, ആൻഡ് ഫോർത്ത് വൺ റേഷ്യോ സ്കെയിൽ.
അപ്പോൾ നോമിനൽ സ്കെയിൽ, ഓർഡിനൽ സ്കെയിൽ, ഇന്റർവൽ സ്കെയിൽ ആൻഡ് റേഷ്യോ സ്കെയിൽ. അപ്പോൾ ഈ ഒരു 4 സ്കെയിലും കറക്റ്റായിട്ട് ഓർഡറിൽ പഠിച്ചു വെക്കാൻ തന്നെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കാരണം ഇവിടെ അതിന്റെ പ്രോപ്പർട്ടീസ്, ഇപ്പോൾ ഒന്നിനുള്ള പ്രോപ്പർട്ടീസിനെക്കാളും കുറച്ചുകൂടെ കൂടുതൽ പ്രോപ്പർട്ടീസ് ആണ് അടുത്തതിൽ വരുന്നത്. അപ്പോൾ ആ ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിലാണ് ഇവിടെ ഈ ഒരു സ്കെയിൽ ഓഫ് മെഷർമെന്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർഡറിന് നല്ല പ്രാധാന്യമുണ്ട്. ഫസ്റ്റ് വൺ നോമിനൽ സ്കെയിൽ, ദെൻ ഓർഡിനൽ സ്കെയിൽ, ദെൻ ഇന്റർവൽ സ്കെയിൽ ആൻഡ് ലാസ്റ്റ് വൺ റേഷ്യോ സ്കെയിൽ. ഓക്കെ, അപ്പോൾ ഓരോ സ്കെയിലും എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, നമുക്ക് നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നോമിനൽ സ്കെയിലാണ്. ഓക്കെ, നോമിനൽ സ്കെയിൽ അതാണ് ഏറ്റവും ബേസിക് ലെവൽ ഓഫ് മെഷർമെന്റ്, ബേസിക് ലെവൽ ഓഫ് സ്കെയിൽ ഓഫ് മെഷർമെന്റ് എന്ന് പറയുന്നത് നോമിനൽ സ്കെയിലാണ്. When a value has two or more subcategories, it can be measured in nominal scale. Nominal means only consider the names of category. And here the classification only. Okay, classification മാത്രമേ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. അതായത് ഏറ്റവും ബേസിക് ലെവലാണ് ഈ ഒരു നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സബ് കാറ്റഗറീസ് ഉണ്ടെങ്കിൽ ഇവിടെ നോമിനൽ സ്കെയിൽ യൂസ് ചെയ്യാന്നാണ് പറയുന്നത്.
അതായത് ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു സർവേ ചെയ്യുന്ന സമയത്ത് അവരുടെ ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യില്ലേ. അപ്പൊ അത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്ന സമയത്ത് ജെൻഡർ ചോദിക്കും, അതുപോലെ ലൊക്കാലിറ്റി ചോദിക്കും. അപ്പൊ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ജെൻഡർ അവിടെ മെയിൽ ആണോ ഫീമെയിൽ ആണോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആണോ അല്ലെങ്കിൽ അതർ കാറ്റഗറീസ് ഉള്ളത് നമ്മൾ ചോദിക്കാറുണ്ട്. അതുപോലെ ലൊക്കാലിറ്റി ചോദിക്കുന്ന സമയത്ത് അർബൺ ആണോ അല്ലെങ്കിൽ റൂറൽ ആണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അവിടെ എന്താ, അതിൽ തന്നെ സബ് കാറ്റഗറീസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കേസ് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു നോമിനൽ സ്കെയിൽ ഇവിടെ യൂസ് ചെയ്യാന്നാ പറയുന്നത്. അപ്പൊ ഇതിന് വേറെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇവിടെ വരുന്നില്ല, ജസ്റ്റ് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ഇവിടെ അതിന് ആ കാറ്റഗറീസ് അല്ലെങ്കിൽ അതിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലാതെ അവിടെ ഒരു മെഷർമെന്റ് വരുന്നില്ല. ഇപ്പോൾ ജെൻഡർ പറയുന്ന സമയത്ത് അവിടെ വേരിയസ് മെഷർമെന്റ്സിന്റെ കാര്യങ്ങളെ വരുന്നില്ല. പക്ഷെ ഇവിടെ നമ്പർ യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ ആ നമ്പറിന് ഒരു മീനിങ്സ് ഉണ്ടാവില്ല. അതായത് ഇപ്പൊ ഇവിടെ പറയാണ് മെയിലിന് 1 കൊടുത്തു, ഫീമെയിലിന് 2 കൊടുത്തു. അപ്പൊ അത് മെയിൽ അവിടെ ഡോമിനന്റ് ആണ്, ഫീമെയിൽ താഴെയാണെന്നുള്ളൊരു മീനിങ് അവിടെ വരുന്നില്ല. നമ്മൾ എക്സലിലൊക്കെ കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് മെയിലിനെ റെപ്രസെന്റ് ചെയ്ത് 1 എന്നുള്ള നമ്പർ കൊടുക്കുന്നു, ഫീമെയിലിനെ റെപ്രസെന്റ് ചെയ്ത് 2 എന്നുള്ള നമ്പർ കൊടുക്കുന്നു. അപ്പൊ ആ ഒരു മീനിങ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അപ്പൊ നോമിനൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ അതൊരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സ്കെയിലാണ്. അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് വേരിയബിൾസിനെ മെഷർ ചെയ്യുന്ന ഒരു സ്കെയിലാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്പർ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും അവിടെ ഒരു മീനിങ്സ് ആയിട്ട് ആ ഒരു നമ്പറിന് പ്രത്യേകിച്ച് മീനിങ് വരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ക്ലാസിഫൈ ചെയ്യാൻ മാത്രം, അതായത് ജെൻഡർ ആണെങ്കിൽ ഇപ്പൊ മെയിൽ ആണോ ഫീമെയിൽ ആണോ, എത്ര പേര് മെയിൽ ആണ് എത്ര പേര് ഫീമെയിൽ ആണ്, ആ ഒരു ക്ലാസിഫിക്കേഷൻ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അല്ലാതുള്ള ഒരു പ്രോപ്പർട്ടീസും ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതാണ് നോമിനൽ സ്കെയിലിൽ പറയാനുള്ളത്. Okay, the nominal scale does not express any values or relationship between variables. Okay, അവിടെ നമ്മൾ പ്രത്യേകിച്ച് വാല്യൂസ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ ഓർഡറും ഇല്ല അല്ലെ. ഇപ്പോൾ മെയിൽ ഫീമെയിൽ അങ്ങനെ പറയുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടൊരു ഓർഡർ ഇല്ല. അതായത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഇതാണ് അല്ലെങ്കിൽ ലോവസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഇതാണ്, അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഇവിടെ വരുന്നില്ല. അപ്പൊ ജസ്റ്റ് ഒരു നെയിമിനെ റെപ്രസെന്റേറ്റ് ചെയ്യാൻ മാത്രമാണ് അല്ലെങ്കിൽ അതിനെ മെഷർ ചെയ്യാൻ മാത്രമാണ് ഈ ഒരു നോമിനൽ സ്കെയിൽ യൂസ് ചെയ്യുന്നത്. ലെറ്റേഴ്സ് ഓർ നമ്പേഴ്സ് ആർ അസൈൻഡ് ആസ് ലാബിൾസ് ഓൺലി ദാറ്റ് ഈസ് നോ റോൾ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അതായത് ഇവിടെ എന്താ നമ്മൾ ലാബിൽ ചെയ്യാൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, പക്ഷെ അവിടെ ഒരു മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ അവിടെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലും നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നോ ഓർഡർ ഈസ് ദർ, അതായത് കാര്യമായിട്ടുള്ള ഒരു ഓർഡർ ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞു. Therefore, questionnaires and interviews are measured with the help of a nominal scale. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ സർവേയിലാണെങ്കിലും ക്വസ്റ്റനെയേഴ്സിലാണെങ്കിലും ഇന്റർവ്യൂസിലാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഈ ഒരു നോമിനൽ സ്കെയിൽ യൂസ് ചെയ്യുന്നത്. അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും? ജസ്റ്റ് അവരുടെ കാര്യങ്ങൾ തിരക്കാനും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമായിട്ടാണ് ഈ ഒരു നോമിനൽ സ്കെയിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഓർഡിനൽ സ്കെയിൽ. ഇപ്പോൾ നോമിനൽ സ്കെയിലിൽ നെയിം എന്നുള്ളൊരു വാക്കാണ് നമുക്ക് പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ ആ നെയിം എന്ന് പറയുമ്പോൾ അതിന് മാത്രമേ അവിടെ ഇമ്പോർട്ടൻസ് വരുന്നുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഓർഡറിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ഈ ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നോമിനൽ സ്കെയിലിന്റെ തൊട്ട് മുകളിൽ വരുന്ന ഒരു കാര്യമാണ് ഓർഡിനൽ സ്കെയിൽ. അപ്പൊ എന്താ, നോമിനൽ സ്കെയിലിന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഓർഡിനൽ സ്കെയിലിൽ ഉണ്ടാവും. പക്ഷെ പുറമേ ഉള്ളൊരു കാര്യം ഇവിടെ ഓർഡർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതായത് ഓർഡർ ചെയ്യാൻ പറ്റുന്നതിനെ മെഷർ ചെയ്യുന്ന ഒരു സ്കെയിൽ ഓഫ് മെഷർമെന്റ് ആണ് നമ്മുടെ ഓർഡിനൽ സ്കെയിൽ. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ പെർസെപ്ഷൻ നോക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു റിസർച്ച് ചെയ്യാണ്. അപ്പൊ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ മാത്തമാറ്റിക്സിനെ കുറിച്ച് കുട്ടിക്കുള്ള ഒരു പെർസെപ്ഷൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ടീച്ചറിനെ കുറിച്ച് കുട്ടിക്കുള്ള ഒരു പെർസെപ്ഷൻ അളക്കാനായിട്ടുള്ള ഒരു സർവേ അല്ലെങ്കിൽ ഒരു റിസർച്ച് ആണ് നമ്മൾ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ അതിൽ കുറച്ച് കുട്ടികൾ സ്ട്രോങ്ലി എഗ്രി ആയിരിക്കും. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ആ കുട്ടി സ്ട്രോങ്ലി എഗ്രി ആയിരിക്കും. അതിന് കുറച്ചുകൂടെ ഉള്ള അല്ലെങ്കിൽ അതിലും കുറച്ച് താഴെ വരുന്ന കുട്ടി എന്ന് പറയുമ്പോൾ ജസ്റ്റ് എഗ്രി എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ അതിനും താഴെ എന്ന് പറയുമ്പോൾ നോട്ട് എഗ്രി എന്നുള്ളതായിരിക്കും. അപ്പൊ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മെഷർ ചെയ്യുന്നതാണ് ഈ ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രോങ്ലി എഗ്രി, അൺഡിസൈഡഡ്, ഡിസഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ കറക്റ്റ് ഒരു 5 point സ്കെയിലാണ് വരുന്നത് അല്ലേ. അപ്പൊ കറക്റ്റ് ആയിട്ട് അതിനൊരു മീനിങ് ഉണ്ട്. അതിന് ആദ്യം നമുക്കിപ്പോൾ സ്ട്രോങ്ലി എഗ്രി എന്നുള്ളവർക്ക് 5 മാർക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ എഗ്രി എന്നുള്ളവർക്ക് 4 മാർക്കായിരിക്കും, അൺഡിസൈഡഡ് എന്ന് പറയുമ്പോൾ 3 മാർക്കായിരിക്കും. അപ്പൊ അവിടെ ഓർഡറിന് നല്ല പോലെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന സ്കെയിലിനെയാണ് നമ്മൾ എന്ത് പറയാ, ഓർഡിനൽ സ്കെയിൽ എന്ന് പറയാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദി റാങ്കിങ് സ്കെയിൽ. ഓക്കെ, ഓർഡിനൽ സ്കെയിലിന് റാങ്കിങ് സ്കെയിൽ എന്നും പേര് പറയാറുണ്ട്. കാരണം ഇവിടെ നമുക്ക് റാങ്ക് ചെയ്യാനായിട്ട് പറ്റും, അതുള്ളതാണ്. അപ്പൊ ഇറ്റ് മെഷേഴ്സ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു നോമിനൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ ക്വാളിറ്റേറ്റീവ് കാര്യങ്ങൾക്ക് മാത്രമാണ്. പക്ഷെ ഓർഡിനൽ സ്കെയിലും മെജോറിറ്റി ക്വാളിറ്റേറ്റീവ് തന്നെയാണ്, പക്ഷെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ചെറിയ രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ആൻഡ് റോൾ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഈസ് ദർ. കറക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വാല്യൂസ് കൊടുക്കാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു. ആ വാല്യൂസിന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്.
ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ദ ഇന്റർവൽ ബിറ്റ്വീൻ ടു ക്ലാസ് ഷുഡ് ബി ഈക്വൽ. പിന്നുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇന്റർവൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, അതായത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ സ്ട്രോങ്ലി എഗ്രി എന്നുള്ളവർക്ക് 5 മാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞു, രണ്ടാമത്തെ എഗ്രി എന്നുള്ളവർക്ക് 4 മാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞു, മൂന്നാമത്തെ അൺഡിസൈഡഡ് എന്നുള്ളവർക്ക് 3 മാർക്ക് കൊടുത്തു. ആ ഒരു രീതിയിൽ കൊടുത്തു. പക്ഷെ അവ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് എപ്പോഴും സിമിലർ ആയിരിക്കണം എന്നുള്ളതില്ല. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഓർഡർ. അപ്പോൾ നോമിനൽ സ്കെയിലിൽ ക്ലാസിഫിക്കേഷന് മാത്രമേ ഇമ്പോർട്ടൻസ് വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ ക്ലാസിഫിക്കേഷനും ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്, അതുപോലെ ഓർഡറിനും ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അപ്പോൾ നോമിനൽ സ്കെയിലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്നുള്ളൊരു പ്രത്യേകിച്ചുള്ള ഫീച്ചർ അവിടെ ഉണ്ട്, അതുപോലെ തന്നെ ഓർഡർ എന്നുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്സും ഇവിടെ വരുന്നുണ്ട്. ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂ ആർ മെഷേർഡ് ഓൺ ദ ബേസിസ് ഓഫ് ദി ഓർഡിനൽ സ്കെയിൽ. നമ്മൾ പറഞ്ഞു അവിടെ വാല്യൂസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കെയിലാണ് ഓർഡിനൽ സ്കെയിൽ. നമ്മൾ പറഞ്ഞു ഇപ്പോൾ മാത്തമാറ്റിക്സിൽ ടീച്ചറുടെ പെർസെപ്ഷൻ, കുട്ടികളുടെ ടീച്ചേഴ്സിനോടുള്ള പെർസെപ്ഷൻ എന്താണെന്ന് അളക്കാന്ന് പറയുമ്പോൾ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡാണ് അവിടെ അളക്കുന്നത് അല്ലേ. അപ്പോൾ അതിലൂടെയൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ഓർഡിനൽ സ്കെയിൽ യൂസ് ചെയ്യാന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇന്റർവൽ സ്കെയിൽ. അപ്പോൾ ആദ്യം നോമിനൽ സ്കെയിലിൽ ജസ്റ്റ് ക്ലാസിഫൈ ചെയ്യാൻ മാത്രമാണ്. ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ റാങ്ക് ചെയ്യുക എന്നുള്ളൊരു മീനിങ് അവിടെ വരുന്നുണ്ട്. പക്ഷെ അവ തമ്മിലുള്ള ഒരു ഇന്റർവൽ അവിടെ ഇല്ല, അല്ലെങ്കിൽ അവ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് എപ്പോഴും സിമിലർ ആയിരിക്കണം എന്നില്ല എന്നുള്ളതാണ് ഓർഡിനൽ സ്കെയിലിന് പറഞ്ഞത്. അപ്പോൾ ഇന്റർവൽ സ്കെയിൽ എന്തായിരിക്കും? ഒബ്വിയസ്ലി നമുക്കറിയാം ഓർഡിനൽ സ്കെയിലിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് അവിടെ ആ ഒരു ഗ്യാപ്പ് സിമിലർ ആയിരിക്കില്ല എന്നുള്ളത്. അപ്പോൾ ഇന്റർവൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് റാങ്ക് ചെയ്യാൻ പറ്റും, അതിനോടൊപ്പം തന്നെ അവ തമ്മിലുള്ള ഗ്യാപ്പ് എന്തായിരിക്കും? എപ്പോഴും സിമിലർ ആയിരിക്കും. It is a scale in which the numbers are used to rank attributes such that numerically equal distances on the scale represent equal distances in the characteristics being measured. ഇതിന് ഏറ്റവും നമുക്ക് വലിയ രീതിയിലുള്ള ഒരു എക്സാമ്പിൾ ഇതിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ പറയാം. അതായത് ടെമ്പറേച്ചറിന്റെ കേസ് എടുക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് 20 ഡിഗ്രി സെൽഷ്യസ് ടു 25 ഡിഗ്രി സെൽഷ്യസ് ആ ഒരു റേഞ്ചിലാണ് അവിടെ ടെമ്പറേച്ചർ അനുഭവപ്പെടുന്നത് വിചാരിക്കാം. വേറൊരു സ്ഥലം എന്ന് പറയുമ്പോൾ അതൊരു 50 to 55, ഓക്കെ, 50 ഡിഗ്രി സെൽഷ്യസ് ടു 55 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതാണ് വേറൊരു നാട്ടിൽ ചൂട് അനുഭവപ്പെടുന്നത്. അപ്പൊ ഇവിടുത്തെ റേഞ്ച് എന്താ, അല്ലെങ്കിൽ ആദ്യം അനുഭവപ്പെട്ട ആ ടെമ്പറേച്ചർ, ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ അതേ ചൂട് തന്നെയായിരിക്കും വേറൊരു നാട്ടിൽ 55 to 60 എന്ന് പറയുമ്പോൾ അവിടെയും 5 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ അവിടുത്തെ രണ്ടവിടത്തെയും ആ ഒരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 5 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് അല്ലേ. അപ്പൊ അതെന്താ? ഈക്വൽ ആണ്. അപ്പൊ അതന്നെയാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിലാണെങ്കിലും ഇപ്പൊ നമ്മൾ മീൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 50 to 60, 60 to 70 അങ്ങനെ ക്ലാസ് ഇന്റർവെൽസ് തരാറുണ്ട്. അപ്പൊ ആ ഒരു ഇന്റർവെലിനനുസരിച്ചുള്ള ഫ്രീക്വൻസി നമുക്ക് തരാറുണ്ട്. അപ്പൊ അവിടെ എന്താ? ആ ഒരു ക്ലാസ്സിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അവിടെ ഈക്വൽ ആണ്. 10 to 20, 20 to 30 അങ്ങനെയുള്ള ക്ലാസ് ഇന്റർവെൽസ് ആയിട്ടാണ് നമുക്ക് തരാറല്ലേ ക്വസ്റ്റ്യൻസിലൊക്കെ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഈക്വൽ, അതായത് ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ഇന്റലിജൻസ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഈസ് മെഷേർഡ് വിത്ത് ആൻ ഇന്റർവൽ സ്കെയിൽ. ഇപ്പോൾ ലിക്കേർഡ് സ്കെയിൽ പോലുള്ള ഇപ്പോൾ ഇന്റലിജൻസ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് ഈ ഒരു സ്കെയിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പം എല്ലാ മെന്റൽ മെഷർമെന്റ്സും മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്കെയിലാണ് ഇന്റർവൽ സ്കെയിൽ. അപ്പം അതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചതായിരുന്നു. മെന്റൽ മെഷർമെന്റ്സ് മെഷർ ചെയ്യാനായിട്ട് ചോദിച്ച സ്കെയിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇന്റർവൽ സ്കെയിലാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്റർവൽ സ്കെയിലാണ് അത് യൂസ് ചെയ്യുന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ഇറ്റ് ഈസ് ക്വൈറ്റ് സിമിലർ ടു ഓർഡിനൽ സ്കെയിൽ. അതായത് ഓർഡിനൽ സ്കെയിലിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഇവിടെ വരുന്നുണ്ട്. പക്ഷെ ആകെയുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ ആ റേഞ്ച് തമ്മിൽ അവിടെ ഒരു മീനിങ് വരുന്നില്ല, അതായത് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കില്ല. പക്ഷെ ഇന്റർവൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഈക്വൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആട്രിബ്യൂട്ട്സ് ആയിരിക്കും. ഓക്കെ, ആ രണ്ട് ആട്രിബ്യൂട്ട്സ് തമ്മിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും. ദ സ്കെയിൽ അറ്റാച്ച്ഡ് വിത്ത് എ തെർമോമീറ്റർ ഈസ് എ കൈൻഡ് ഓഫ് ഇന്റർവൽ സ്കെയിൽ. ഞാൻ പറഞ്ഞു ആ ഒരു തെർമോമീറ്റർ, അതായത് ടെമ്പറേച്ചർ അളക്കാനുള്ള ഒരു ഡിവൈസ് ആണ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെയും യൂസ് ചെയ്യുന്ന സ്കെയിൽ എന്ന് പറയുന്നത് ഇന്റർവൽ സ്കെയിലാണ്. ക്ലാസിഫിക്കേഷൻ, ഓർഡർ ആൻഡ് ഈക്വൽ യൂണിറ്റ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഉണ്ട്, നോമിനൽ സ്കെയിലിൽ വരുന്ന പ്രത്യേകതയായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഓർഡർ ഉണ്ട് ഓർഡിനൽ സ്കെയിലിൽ വരുന്നത്, അതുപോലെ ഈക്വൽ യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ ഈക്വൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആട്രിബ്യൂട്ട്സ് എന്നുള്ളൊരു പ്രത്യേകതയും ഈ ഒരു ഇന്റർവൽ സ്കെയിലിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലിമിറ്റേഷൻ എന്നുള്ളതല്ല, പക്ഷെ റേഷ്യോ സ്കെയിലിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു അബ്സല്യൂട്ട് 0 പോയിന്റ് ഇല്ല എന്നുള്ളതാണ്. അത് ഈ ഒരു ടെമ്പറേച്ചറിന്റെ കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പൊ ടെമ്പറേച്ചറിൽ നമുക്കറിയാം ഇവിടെ ഒരു അബ്സല്യൂട്ട് 0 പോയിന്റ് ഇല്ല. അതായത്
ടെമ്പറേച്ചറിൽ 0°C എന്ന് പറയുന്ന സമയത്ത് എന്താ, അവിടെ ടെമ്പറേച്ചർ ഇല്ല എന്നാണോ അർത്ഥം, അതോ ടെമ്പറേച്ചർ കുറവാണ് എന്നുള്ളതാണോ അർത്ഥം? നമുക്കറിയാമല്ലേ, ടെമ്പറേച്ചർ 0°C എന്ന് പറയുമ്പോൾ അവിടെ ഒരിക്കലും അത് 0 ആണ് എന്നുള്ളൊരു മീനിങ് അവിടെ വരുന്നില്ല. ടെമ്പറേച്ചർ എന്താ, കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ നെഗറ്റീവ് ആവും തോറും കൂടുതൽ ടെമ്പറേച്ചർ നല്ല കുറവായിരിക്കും, മീൻസ് അത് കൂടുതൽ തണുക്കാൻ തുടങ്ങുന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. അല്ലാതെ 0 എന്ന് പറയുമ്പോൾ അവിടെ ഒരു അബ്സല്യൂട്ട് 0 പോയിന്റ് ഇല്ല എന്നുള്ളതാണ് ഈ ഒരു ഇന്റർവൽ സ്കെയിലിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം. അപ്പോൾ ഒബ്വിയസ്ലി എന്തായിരിക്കും, റേഷ്യോ സ്കെയിലിൽ വരുന്ന സമയത്ത് അവിടെ ഒരു അബ്സല്യൂട്ട് 0 പോയിന്റ് ഉണ്ടാവും. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അബ്സല്യൂട്ട് 0 പോയിന്റ് വരുന്ന സ്കെയിൽ ഏതാണെന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു ഇന്റർവൽ സ്കെയിലിൽ ടെമ്പറേച്ചർ എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രം ആലോചിച്ചാൽ മതി. നമുക്കറിയാം ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 0°C എന്ന് പറയുമ്പോൾ അവിടെ ടെമ്പറേച്ചർ ഇല്ല എന്നുള്ളൊരു അർത്ഥം വരുന്നില്ല. അതുപോലെ നമ്മൾ പറഞ്ഞു മെന്റൽ മെഷർമെന്റ്സിന്റെ കാര്യം. അപ്പോൾ മെന്റൽ മെഷർമെന്റ് എന്ന് പറയുമ്പോൾ ഇന്റലിജൻസിന്റെ കേസ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരിക്കലും 0 ഇന്റലിജൻസ് ആവില്ല. അതായത് ഒരാൾ പോലും ഇന്റലിജൻസ് ഒട്ടും ഇല്ലാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ 0 ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഇന്റലിജൻസ് കുറവാണെന്ന് മീൻ ചെയ്യുന്നുള്ളൂ, അല്ലാതെ ഇന്റലിജൻസ് ഒട്ടുമില്ല അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ് അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പം എല്ലാ മെന്റൽ മെഷർമെന്റ്സും എടുക്കുന്ന സമയത്ത് അവിടെ 0യ്ക്ക് പ്രാധാന്യം വരുന്നില്ല. ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇന്റർവൽ സ്കെയിലുള്ളത്. അടുത്തതാണ് റേഷ്യോ സ്കെയിൽ. The ratio scale of measurement is similar to the interval scale in that it also represents the quantity and has equality of units. ഓക്കെ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്റർവൽ സ്കെയിലിന്റെ എല്ലാ പ്രോപ്പർട്ടീസും റേഷ്യോ സ്കെയിലിൽ വരുന്നുണ്ട്. ഇവിടെയും ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഒരു ഇന്റർവൽ ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റും. However, this scale also has an absolute 0. ഓക്കെ, പക്ഷേ റേഷ്യോ സ്കെയിലിൽ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റേഷ്യോ സ്കെയിലിൽ എന്താ, അബ്സല്യൂട്ട് 0 ഉണ്ട്. അതായത് ഒരു കേസ് എടുക്കുകയാണെങ്കിൽ റേഷ്യോ സ്കെയിലിൽ വരുന്ന ഒരു എക്സാമ്പിൾ ആണ് ഹൈറ്റ് ആണെങ്കിലും വെയിറ്റ് ആണെങ്കിലും അബ്സല്യൂട്ട് 0 ഉള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു റേഷ്യോ സ്കെയിലിൽ വരുന്നുണ്ട്. അതായത് നമുക്ക് റേഷ്യോ ആയിട്ടും അതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഹൈറ്റിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 0 ഹൈറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഹൈറ്റ് ഒട്ടുമില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് അവിടെ വരുന്നത് അല്ലേ. അതുപോലെ വെയിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് 0 എന്ന് പറയുമ്പോൾ അവിടെ ഒട്ടും വെയിറ്റ് ഇല്ല, വെയിറ്റ്ലെസ് ആണ്. ആ ഒരു മീനിങ് വരുന്നുണ്ട്. അതായത് അബ്സല്യൂട്ട് 0 പോയിന്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് റേഷ്യോ സ്കെയിലിൽ വരുന്നത്. നോ നമ്പേഴ്സ് എക്സിസ്റ്റ് ബിലോ 0. 0 എന്ന് പറയുമ്പോൾ അതിന് താഴെ ഒരു കാര്യം പോലും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 0ന് താഴെ മൈനസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ആ ഒരു 0യ്ക്ക് താഴെ ഒരു നമ്പേഴ്സ് പോലും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വരുന്നത്. എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞ ഹൈറ്റ്, വെയിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. It indicates the differences between two variables, their amount of differences and the direction of differences. Classification, order, equal unit and 0. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ, ഓർഡർ, ഈക്വൽ യൂണിറ്റ് അതുവരെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് 0 എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്, അബ്സല്യൂട്ട് 0. സ്പീഡ് ആൻഡ് ഫ്രീക്വൻസി ആർ മെഷർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റേഷ്യോ സ്കെയിൽ. അപ്പോൾ സ്പീഡ് ആണെങ്കിലും സ്പീഡ് 0 ആണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒട്ടും സ്പീഡ് ഇല്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ എക്സാമിന് വരുന്ന സമയത്ത് റേഷ്യോ സ്കെയിലിന് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു, അത് താഴെയുള്ള ഏത് സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് അത് മെഷർ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഇപ്പോൾ റേഷ്യോ സ്കെയിലിൻ്റെ ആണെങ്കിൽ അവിടെ ഉറപ്പായിട്ടും ഈ അബ്സല്യൂട്ട് 0 എന്നുള്ളൊരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അതിനൊരു റേഷ്യോ ആയിട്ട്, അല്ലെങ്കിൽ ഒരു 1/2, 2/2 അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റിൽ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടൈപ്സ് ഓഫ് മെഷർമെന്റ് സ്കെയിലിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനും യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ ഹൈറാർക്കിയൽ ഓർഡർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ നോമിനൽ സ്കെയിൽ, ദെൻ ഓർഡിനൽ സ്കെയിൽ, ദെൻ ഇന്റർവൽ സ്കെയിൽ ആൻഡ് ഫൈനൽ വൺ ഈസ് റേഷ്യോ സ്കെയിൽ. ഇനി നമുക്ക് നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു December 2019 ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഇൻക്രീസിങ് ഓർഡർ ഓഫ് അക്യൂറസി, പ്രെസിഷൻ ആൻഡ് നമ്പർ ഓഫ് ഓപ്പറേഷൻസ് യൂസ്ഡ്. അപ്പോൾ ആ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യാനായിരുന്നു ക്വസ്റ്റ്യൻ. അതായത് ചെറുതിൽ നിന്നും വലുതിലോട്ട് അക്യുറസി ഒക്കെ കൂടി വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നേരത്തെ ആൻസർ ചെയ്ത് വെച്ചത് ഒന്ന് ചെക്ക് ചെയ്യുക ശരിയാണോ എന്നുള്ളത്. നമുക്കിവിടെ റേഷ്യോ, ഇന്റർവൽ, നോമിനൽ, ഓർഡിനൽ എന്നുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓർഡിനൽ, റേഷ്യോ, ഇന്റർവൽ ആൻഡ് നോമിനൽ എന്നുള്ളൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇന്റർവൽ, ഓർഡിനൽ, റേഷ്യോ, നോമിനൽ എന്നുള്ളൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഫൈനൽ വൺ നോമിനൽ, ഓർഡിനൽ, ഇന്റർവൽ ആൻഡ് റേഷ്യോ. ഇവിടെ കറക്റ്റ് ആൻസർ എന്താ, ഇവിടെ പഠിച്ചത് വെച്ച് നോക്കുമ്പോൾ നോമിനൽ, ഓർഡിനൽ, ഇന്റർവൽ ആൻഡ് റേഷ്യോ. അപ്പോൾ അതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് 4.
ആൻഡ് ഡിസംബർ 2020 ജൂൺ 2021 ഷിഫ്റ്റ് 2 ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എ ടീച്ചർ ഗേവ് എ ടെസ്റ്റ് ടു 50 സ്റ്റുഡൻസ് ഓഫ് ഹിസ് ക്ലാസ് ആൻഡ് അവാർഡ് ലെറ്റർ ഗ്രേഡ്സ് A, B, C, D and E ടു ഇൻഡിക്കേറ്റ് their level of performance in hierarchical order from best to the poorest. Which of the following combinations of scales of measurement has been used എന്ന് പറഞ്ഞു അല്ലേ? അതായത് അവിടെ ക്ലാസ് ടെസ്റ്റ് നടത്താമെന്ന് പറഞ്ഞു. അതുപോലെ അവർക്ക് ലെറ്റർ ഗ്രേഡ്സ് കൊടുക്കുകയാണ്. ഹയസ്റ്റ് ടു പുവറസ്റ്റ് എന്നുള്ള രീതിയിലാണ് ലെറ്റർ ഗ്രേഡ്സ് കൊടുക്കുന്നത്. അപ്പോൾ എന്താ, ഫസ്റ്റ് കിട്ടിയ കുട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു മാർക്കിൽ വരുന്ന കുട്ടിക്ക് A ഗ്രേഡ് കൊടുക്കുന്നുണ്ട്, ദെൻ B ഗ്രേഡ് കൊടുക്കുന്നുണ്ട്, ദെൻ C ഗ്രേഡ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഓർഡറിന് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പറയാനായിട്ട് പറ്റും ഇവിടെ ഓർഡിനൽ സ്കെയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കൂടാതെ തന്നെ അവരുടെ നെയിംസ് കൊടുത്തിട്ടായിരിക്കും അതിനനുസരിച്ച് അവരുടെ അതിന് ഓപ്പോസിറ്റ് അവരുടെ ഗ്രേഡ്സ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു നോമിനൽ സ്കെയിലും യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഓർഡിനൽ സ്കെയിലും യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓർഡിനൽ ആൻഡ് റേഷ്യോ സ്കെയിൽ എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം റേഷ്യോ സ്കെയിലിന്റെ ഇവിടെ ആവശ്യം വരുന്നില്ല, മാർക്കിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ റേഷ്യോ സ്കെയിൽ യൂസ് ചെയ്യുന്നില്ല. നോമിനൽ ആൻഡ് ഇന്റർവൽ സ്കെയിൽ എന്ന് പറയുന്നുണ്ട്, നോമിനൽ ആൻഡ് ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നുണ്ട്, ഇന്റർവൽ ആൻഡ് റേഷ്യോ സ്കെയിൽ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കറക്റ്റ് ആൻസർ എന്താ? നോമിനൽ ആൻഡ് ഓർഡിനൽ സ്കെയിലാണ്. കാരണം അവിടെ ആ ഒരു ഓർഡറിന് അവിടെ പ്രാധാന്യം വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഡിസംബർ 2023 ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ഇൻ റിലേഷൻ ടു സ്കെയിൽസ് ഓഫ് മെഷർമെന്റ്? അപ്പൊ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എ ആയിട്ട് തന്നിട്ടുള്ളത് റേഷ്യോ സ്കെയിൽ ഈസ് ഹാവിങ് ആൻ അബ്സല്യൂട്ട് 0 പോയിന്റ്. ഓക്കെ, റേഷ്യോ സ്കെയിലിന് അബ്സല്യൂട്ട് 0 പോയിന്റ് ഉണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം, അത് ശരിയാണെന്നുള്ളത്. അടുത്തത് ഇന്റർവൽ സ്കെയിൽ ഈസ് ഹാവിങ് ആൻ അബ്സല്യൂട്ട് 0 പോയിന്റ്. ഇന്റർവൽ സ്കെയിലിന് അബ്സല്യൂട്ട് 0 പോയിന്റ് ഉണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അത് റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് സി റേഷ്യോ സ്കെയിൽ ഈസ് യൂസ്ഡ് ഇൻ മെന്റൽ മെഷർമെന്റ്. നമുക്കറിയാം മെന്റൽ മെഷർമെന്റ്സിന് യൂസ് ചെയ്യുന്നത് ഇന്റർവൽ സ്കെയിലാണ്, അതായത് അവിടെ ഒരു അബ്സല്യൂട്ട് 0 പോയിന്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മെന്റൽ മെഷർമെന്റ്സിന് യൂസ് ചെയ്യുന്ന സ്കെയിൽ ഏതാ? ഇന്റർവൽ സ്കെയിലാണ്, അതൊരിക്കലും റേഷ്യോ സ്കെയിൽ അല്ല. അപ്പൊ സിയും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഡി ഇന്റർവൽ സ്കെയിൽ ഈസ് യൂസ് ഇൻ മെന്റൽ മെഷർമെന്റ്. ഇപ്പൊ മെന്റൽ മെഷർമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇന്റർവൽ സ്കെയിൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ശരിയാണ്. ഓൾ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റേഷ്യോ സ്കെയിൽ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഇന്റർവൽ സ്കെയിൽ. റേഷ്യോ സ്കെയിലിന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഇന്റർവൽ സ്കെയിൽ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്കറിയാം ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഏറ്റവും ഹൈലി അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സ്കെയിലാണ് റേഷ്യോ സ്കെയിൽ. അപ്പൊ അത് ഒരിക്കലും റേഷ്യോ സ്കെയിലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതിന് താഴെയായിട്ടുള്ള ഇന്റർവൽ സ്കെയിലിന് വരില്ല, നേരെ തിരിച്ചാണ് വരിക. അതായത് ഇന്റർവൽ സ്കെയിലിന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും റേഷ്യോ സ്കെയിലിൽ വരുന്നുള്ളതാണ്. അപ്പോൾ ഈ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എ ശരിയാണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഡി ശരിയാണെന്നുള്ളത് പറഞ്ഞു അല്ലെ? അപ്പൊ എയും ഡിയും ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ 1 എ ആൻഡ് സി ഓൺലി, ഓപ്ഷൻ 2 ബി ആൻഡ് ഡി ഓൺലി, ഓപ്ഷൻ 3 എ ആൻഡ് ഡി ഓൺലി ആൻഡ് ഓപ്ഷൻ 4 ഡി ആൻഡ് ഇ ഓൺലി എന്നാണ്. അപ്പൊ ഇവിടെ എന്താ നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത് 3 ആണ്, ദാറ്റ് ഈസ് എ ആൻഡ് ഡി ഓൺലി. ഓക്കെ, അടുത്തത് ഡിസംബർ 2022 ഷിഫ്റ്റ് 1 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് ഹാസ് ട്രൂ 0 പോയിന്റ്? ഓക്കെ, ട്രൂ 0 പോയിന്റ് ഉള്ള സ്കെയിൽ ഏതാന്നുള്ളതാണ്. അത് നമുക്കറിയാം, നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. റേഷ്യോ സ്കെയിലിനാണ് അബ്സല്യൂട്ട് 0 പോയിന്റ് ഉള്ളത്. അപ്പൊ ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്, ദാറ്റ് ഈസ് റേഷ്യോ സ്കെയിൽ. ആൻഡ് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കുക, ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും വരാൻ ചാൻസ് ഉള്ളത്. കാരണം ഈ ഒരു എക്സാമ്പിൾസ് വെച്ച് നമ്മളിപ്പോൾ ഓൾറെഡി കുറെ എക്സാമ്പിൾസ് പറഞ്ഞു. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വളരെ കുറവാണ്. പക്ഷെ ഇത്തരം പ്രീവിയസ് ഇയറിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് എങ്കിലും നമുക്ക് കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലാസ് റോൾ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഹൈറ്റ് ഓഫ് സ്റ്റുഡൻസ്, സി റിലേറ്റീവ് പൊസിഷൻ ഇൻ ഗ്രൂപ്പ് ആൻഡ് ഡി IQ സ്കോർസ് ഓഫ് സ്റ്റുഡൻസ്. അപ്പൊ ക്ലാസ് റോൾ നമ്പർ എന്ന് പറയുമ്പോൾ റോൾ നമ്പറിൽ അവിടെ വലിയ മെഷർമെന്റ്സ് വരുന്നില്ല, അത് ക്വാണ്ടിറ്റേറ്റീവ് അല്ല, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ റോൾ നമ്പർ എന്ന് പറയുമ്പോൾ ഇവിടെ നോമിനൽ സ്കെയിലാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് ഹൈറ്റ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അതിൽ അബ്സല്യൂട്ട് 0 പോയിന്റ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കാം. അപ്പൊ ഹൈറ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ 0 കൊടുക്കുന്ന സമയത്ത് അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ അബ്സല്യൂട്ട് 0 പോയിന്റ് ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. അതായത് ഹൈറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹൈറ്റ് 0 എന്ന് പറയുമ്പോൾ അവിടെ ഹൈറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈറ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഈസ് റിലേറ്റഡ് ടു റേഷ്യോ സ്കെയിലാണ് അല്ലെ? അപ്പൊ ബി ഈസ് റിലേറ്റഡ് ടു 3. ആൻഡ് റിലേറ്റീവ് പൊസിഷൻ ഇൻ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിലെ പൊസിഷന് പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഓർഡറിനാണ് പ്രാധാന്യം വരുന്നത്. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു റിലേറ്റീവ് പൊസിഷൻ ഇൻ ഗ്രൂപ്പ് ഈസ് റിലേറ്റഡ് ടു ഓർഡിനൽ സ്കെയിൽ, ദാറ്റ് ഈസ് 4. ആൻഡ് IQ സ്കോർസ് ഓഫ് സ്റ്റുഡൻസ്,
IQ സ്കോർസ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് മെന്റൽ മെഷർമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ മെന്റൽ മെഷർമെന്റ് ആയതുകൊണ്ട് തന്നെ ഇന്റർവൽ സ്കെയിൽ ആണ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഇസ് D is related to 1. സോ A is related to 2 എന്ന് പറയുമ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടാവും നോക്കാം. A is related to 2 എന്ന് പറയുന്ന ആകെ ഒരു ഓപ്ഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ, ദാറ്റ് ഈസ് ഓപ്ഷൻ 2. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ആൻസർ 2 ആണ്. ഓക്കെ, അടുത്തത് ജൂൺ 2022 ചോദിച്ച ക്വസ്റ്റ്യനും അറേഞ്ച് ചെയ്യാൻ തന്നെയാണ്. പക്ഷെ എങ്ങനെയാ? ഹയസ്റ്റ് സ്കെയിൽ ടു ലോവർ എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ലോവർ ടു ഹയർ എന്ന് പറയുമ്പോൾ നോമിനൽ, ഓർഡിനൽ, ഇന്റർവൽ, റേഷ്യോ എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു. ഇവിടെ നേരെ തിരിച്ചാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് എന്താ? റേഷ്യോ ആണ്. ദാറ്റ് ഈസ് B. ദെൻ ഇന്റർവൽ സ്കെയിൽ ദാറ്റ് ഈസ് D. അപ്പൊ B, D, AC, ഓർഡിനൽ, നോമിനൽ. അപ്പൊ B, D, AC എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഉണ്ടോ നോക്കാം. B, D, AC, that is option 3. So the correct answer is option 3. Okay. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ ടൈപ്സ് ഓഫ് മെഷർമെന്റ് സ്കെയിൽ എന്നുള്ളത്. പേപ്പർ 1 എടുക്കുകയാണെന്നുണ്ടെങ്കിലും പേപ്പർ 2 നമ്മുടെ എഡ്യൂക്കേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലും രണ്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ഏരിയ ആണ് റിസർച്ച് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ ഒരു ടൈപ്സ് ഓഫ് മെഷർമെന്റ് സ്കെയിൽ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.